ഗീതാ ഗോവിന്ദത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രാധികാമ്മ ഇങ്ങനെ തണ്ടൽ വലിച്ചു വെച്ച് ഇങ്ങനെ നടക്കുന്ന വേദന എടുത്തിട്ട് ആ സമയത്ത് തന്നെ നമ്മുടെ ഗീതുവിൻ്റെ മുറിയിലേക്ക് ചെന്ന് നോക്കുന്നുണ്ട്. അവിടെ നല്ല രീതിയിൽ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. പാട്ട് ഇങ്ങനെ എത്രയോ ജന്മമായി എന്നുള്ള പാട്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നത്. ആ സമയത്ത് രാധികാമ്മ മുറിയിൽ നിന്ന് ഇങ്ങനെ ഒളിച്ച് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കല്യാണ ഫോട്ടോ എടുത്തും കഴിഞ്ഞിട്ട് എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു എന്നുള്ള പാട്ടും പാടി നല്ല ഡാൻസ് കളിയും. അത് കണ്ടതോടുകൂടി നമ്മുടെ രാധികാമ്മ ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. അമ്പടി ഇവൾക്കൊരു കുഴപ്പവുമില്ല, ഇവള് ശരിക്കും നമ്മളെ കണ്ണനെ പറ്റിക്കിന് ഈ പേരും പറഞ്ഞ കാലിന് വയ്യാന്നും പറഞ്ഞ് കണ്ണൻ്റെ സ്നേഹം പിടിച്ച് പറ്റുന്ന അതുകൊണ്ടാണ് അവളിങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാധികാമ്മ ദേഷ്യപ്പെടുന്നുണ്ട്. ഇത് എന്തായാലും ശരിയാക്കി തരാടിയാന്ന് പറഞ്ഞു കുറച്ച് നേരം ആ കളിയൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ തിരിച്ചു പോരുമ്പോഴായിരിക്കും പെട്ടെന്ന് കാണാൻ വരുന്നുണ്ടാവും. എങ്ങടെ പോണ പെണ്ണിനെ ഭാര്യനെ അടുത്തെത്തി ശുശ്രൂഷിക്കാനാണോ? അതേ അമ്മേന്ന് പറഞ്ഞപ്പോൾ നീ ചെന്ന് നോക്കടാ, അവൾക്ക് ഒരു കുഴപ്പമില്ല, അവൾ നിന്നെ പറ്റിക്കാനാണ്, കാലിന് വയ്യ എന്ന് പറഞ്ഞിട്ട് അവൾ ഇതേ ഡാൻസ് കളിക്കുന്നു. അമ്മ എന്തീ പറയുന്നതെന്ന് വെച്ചപ്പോൾ സംശയം ഉണ്ടെങ്കിൽ ചെന്ന് നോക്കടാ, ഞാനും വരാമെന്ന് പറയുന്നു. അങ്ങനെ ആദ്യം കണ്ണൻ നമ്മുടെ ഗോവിന്ദൻ ചെന്ന് നോക്കുന്നുണ്ട്. ഗോവിന്ദേട്ടൻ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ശരിക്കും ഗീതു കട്ടിലിരുന്ന് കഴിഞ്ഞിട്ടാണ് പാട്ട് പാടുന്നത്, എത്രയോ ജന്മമായി എന്നുള്ള പാട്ട്. അപ്പോൾ തന്നെ ഈ പാട്ട് കേട്ടപ്പോൾ തന്നെ ഗോവിന്ദേട്ടൻ പറയുന്നുണ്ട്, അമ്മേ ഈ പാട്ട് വെച്ച് എങ്ങനെയാണ് ബ്രേക്ക് ഡാൻസ് കളിക്കാന്ന് പറഞ്ഞപ്പോൾ നീ ചെന്ന് നോക്കണമെന്ന് പറഞ്ഞപ്പോൾ കണ്ട കാഴ്ച ഗീതു പാട്ടൊക്കെ പാടി കളിക്കുന്നുണ്ട്, പക്ഷെ കട്ടിലിരുന്നിട്ടാണ്. അതിനുശേഷം അമ്മ ചോദിക്കുന്നുണ്ട്, കണ്ടോ നീ? ഞാൻ കണ്ടു, ഇനി അമ്മ കാണുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഗീതു കട്ടിലിരിക്കുന്നു. അങ്ങനെ ആകെ രാധികാമ്മയ്ക്ക് അടി കിട്ടിയ പോലായി. രാധികാമ്മ വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ കണ്ടതാണ് അവൾ ഡാൻസ് കളിക്കുന്നതെന്നൊക്കെ പറയുന്നു. എന്തിനാ അമ്മ വെറുതെ ഗീതുവിനായിട്ട് വഴക്കുണ്ടാക്കാൻ നിൽക്കണേന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ ഗീതുവിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. കണ്ണേട്ടൻ വന്നാൽ ഞാൻ എത്ര നേരമായി ഒരു കോഫിക്ക് വേണ്ടിയിരിക്കണേന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ കാഞ്ചനനെ വിളിച്ച് മൊബൈലിലും വിളിച്ച് ഫോണിലും ഇവിടെ നിന്നും വിളിച്ച് എൻ്റെ തൊണ്ടയിൽ വെള്ളം പറ്റി എനിക്കൊരു കോഫി വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗീതുവിനെ പിടിച്ചു കഴിഞ്ഞിട്ട് കസേരയിലിരുത്തി ഗോവിന്ദൻ കോഫി എടുക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് ഗീതു വീണ്ടും ചാടി എഴുന്നേറ്റ് ഡാൻസ് കളിക്കുന്നുണ്ട്. രാധികാമ്മ പെട്ടെന്നത് കാണും. കണ്ണ ഓടി വാന്ന് പറയുന്നോടി കണ്ണൻ അവിടെ ഉണ്ടാവില്ല. പിന്നീട് രാധിക വേഗം തന്നെ കസേരയിലിരിക്കുന്നത്. ഈ രാധികാമ്മയ്ക്ക് ഇത് എന്ത് പറ്റി, എന്തിനാ ഇങ്ങനെ ഞങ്ങളെ റൂമിൽ ഒളിഞ്ഞു നോക്കിയിട്ട് കാര്യം ഉണ്ടായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. എന്തായാലും രാധിക അവിടെ നിന്ന് നാണം കെട്ട് മടങ്ങുന്നുണ്ട്. ഗീതു അത് കണ്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ചായ എടുക്കാൻ ഗോവിന്ദൻ പോകും. ആ സമയത്ത് ഗീതു ഇങ്ങനെ റൂമിൻ്റെ പുറത്തേക്ക് വരുന്ന സമയത്തായിരിക്കുള്ളൂ നമ്മുടെ അവർണിക വരുന്നത്. അവർണിക വന്നിട്ട് ഗീതുവിനായിട്ട് വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഗീതാഞ്ജലി ഗോവിന്ദ് സാറിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഗീതു ഒരു വർണ്ണനയിലൊന്നല്ല, ഒരുപാട് വർണ്ണനകളായിരുന്നു ഗീതു അതിനെപ്പറ്റി പറഞ്ഞിരുന്നത്. കാരണം അത്രയ്ക്ക് ഇഷ്ടമുണ്ട് ഇപ്പോൾ ഗോവിന്ദേട്ടനെ. ആദ്യം എന്നുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിനെ പോലെ എന്ന് പറയുള്ളായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, അതിനും മേലിനി എനിക്ക് എൻ്റെ എല്ലാമാണ് എൻ്റെ കണ്ണേട്ടൻ. എന്നെ ഇങ്ങനെ ആക്കിയതും അദ്ദേഹമാണ്. ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാനുള്ള അവസരം ഉണ്ടാക്കിയതും അദ്ദേഹം തന്നെയാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വർണ്ണിക ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അത്രയ്ക്ക് ഞാൻ ഈ ലൈഫ് ഇപ്പോൾ ആസ്വദിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗീതുവിൻ്റെ കണ്ണൊക്കെ നിറയുമ്പോൾ പെട്ടെന്ന് വർണ്ണികയ്ക്ക് വിഷമമുണ്ട്. വർണ്ണിക ഓടി വന്ന് ഗീതുവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റിയെന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് വർണ്ണിക. പെട്ടെന്ന് തന്നെ സോറി ഗീതാഞ്ജലി എന്ന് വർണ്ണിക പറഞ്ഞപ്പോൾ എന്തിനാ സോറി പറയുന്നതെന്ന് ചോദിക്കുന്നു. ഞാൻ ഇങ്ങനെ തന്നെ പറ്റി ഒരു ന്യൂസ് കേൾക്കുന്നുണ്ടായിരുന്നു, നാട്ടിലൊരു ചർച്ച ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനത് ഒരു ദിവസത്തേക്ക് ഞാനത് വിശ്വസിച്ച് പോയി. ഇപ്പം ഞാനത് വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്തിട്ട് പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. ചുവപ്പ് പറഞ്ഞ താനിങ്ങനെ പാവപ്പെട്ട വീട്ടിലൊരു ചെറുപ്പക്കാരനെ സ്നേഹിച്ച് പറ്റിച്ച് പ്രായം കൂടുതലുള്ള ഒരാളെയും കാശുള്ള ഒരാളെയും കണ്ടപ്പോൾ താനതെല്ലാം മറന്നു എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ എന്നെപ്പറ്റി അങ്ങനെ അപ്പോഴത്തേക്കും ഗീതുവിൻ്റെ മുഖഭാവം മാറുന്നുണ്ട്. എന്നെപ്പറ്റി അങ്ങനെ അത് പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആരായാലും പറയുമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ കിഷോറിന് പറഞ്ഞതെന്ന് പറയുന്നു. കിഷോർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഗീതു പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. ഗോവിന്ദൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയതും ഗീതുവിനെ പിടിച്ച് വലിച്ചതും. അങ്ങനെ ആ സംഘടനയൊക്കെ ഗീതുവിൻ്റെ മനസ്സിൽ ഓർമ്മ വന്ന് എന്നിട്ട് പിന്നീട് ഗീതു ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഞാനെല്ലാം മറന്നിട്ടും ഇവൻ എന്നെ വീണ്ടും ജീവിക്കാൻ അനുവദിക്കുന്നില്ല, ഇനി നിന്നെ ഞാൻ വെറുതെ വിടൂല കിഷോർ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവർണികനോട് തന്നെ നമ്മുടെ ഗീതു പറയുന്നുണ്ട്, എന്തായാലും ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായ നിലയ്ക്ക് എന്നെക്കുറിച്ച് പറയാൻ എനിക്കത് അർഹതയില്ലേ, അതുകൊണ്ട് ഉണ്ടായിരുന്ന കേട്ടതൊക്കെ സത്യം തന്നെയാണ്, പക്ഷേ അതെല്ലാം അവർണിക ഇനി അറിയണം, അവർണിക മാത്രമല്ല അവർണികയുടെ കിച്ചു അതറിയണം എന്ന് പറഞ്ഞപ്പോൾ
അവനിക്ക് ചോദിക്കുന്നുണ്ട് ഗീതു അത് ഇനി ഗീതാഞ്ജലി ഇതൊരു വിഷയമാക്കണോ എന്ന് വെച്ചപ്പോൾ വേണം, കാരണം എൻ്റെ ലൈഫ് എനിക്കിപ്പോൾ അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ്, അതുകൊണ്ട് തന്നെ താൻ ഇന്ന് വൈകിട്ട് ബീച്ചിൽ വരണം, കൂടെ തൻ്റെ കിച്ചു ഉണ്ടാവണം. അഥവാ താൻ വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും നിങ്ങളുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞു. നിർബന്ധമായിട്ട് വരണമെന്ന് പറയുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് അവർണികയുടെ മുന്നിൽ വെച്ച് കിച്ചുവിനോട് ഇണെന്ന് പറയുന്നു. അത് ഗീതാഞ്ജലിയുടെ മുഖം പെട്ടെന്ന് മാറുന്നുണ്ട്. അതിനുശേഷം ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർണിക പെട്ടെന്ന് മടങ്ങി പോകുന്നുണ്ട്. പിന്നീട് റൂമിലിരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, അവൻ എന്നെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഇത്രയ്ക്കൊക്കെ എന്നെ ഉപദ്രവിച്ചിട്ടും സ്നേഹിച്ച് വഞ്ചിച്ച്, എന്നിട്ട് അവൻ എന്നെ വെറുതെ വിടാൻ ചെയ്യാൻ ഉദ്ദേശമില്ലല്ലേ, അപ്പോൾ അവനെ ഞാനും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല കിഷോറെ, ഇനി നിൻ്റെ കഷ്ടകാലം എന്നൊക്കെ ഗീതു മനസ്സിലാലോചിക്കുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് ഗോവിന്ദൻ വരുന്നുണ്ട്. ഗോവിന്ദൻ വന്ന് ചോദിക്കുന്നുണ്ട് എന്തേ പെട്ടെന്ന് അവർണികനെ തിരിച്ച് പറഞ്ഞയച്ചെന്ന് ചോദിച്ചപ്പോൾ അവർണിക പോയോ എന്ന് ചോദിക്കുന്നു. പെട്ടെന്ന് ഗീതുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട്. എന്താ ഗീതു നീ എന്തിനാ കരഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഗോവിന്ദൻ വിടുന്നില്ല, കാരണം ഗീതു കരയുന്നുണ്ട് മനസ്സിലായി. അങ്ങനെ ഗോവിന്ദൻ്റെ പിന്നെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഗോവിന്ദനെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയും ചെയ്യുന്നത്. അമ്മ എന്തെങ്കിലും പറഞ്ഞോ അവർണിക എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ഒരുപാട് ചോദിക്കുന്നുണ്ടെങ്കിൽ ആകെ വിഷമമുണ്ട്. നീ വിഷമിക്കാണ്ടിരിക്കാൻ, നിൻ്റെ കണ്ണ് നിറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത്, എന്നിട്ട് പിന്നെ നീ ഇങ്ങനെ വിഷമിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഗോവിന്ദൻ ആകെ വിഷമാവുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് ഇത് പറയുന്നുണ്ട്, ഈ വീട്ടിലേതുള്ള ആരുമായിട്ടുള്ളൊരു ബന്ധമല്ല ഞാൻ കരയുന്നത്, എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്, ഞാനത് ഗോവിന്ദനോട് പറയാം, പക്ഷേ എനിക്കൊരു ഇത്തിരി സമയം വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗീതു പെട്ടെന്ന് ഗോവിന്ദൻ്റെ മുന്നിൽ നിന്ന് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കിഷോറിനെ. കിഷോർ വീട്ടിലിരിക്കായിരിക്കുള്ളൂ. കിഷോറിൻ്റെ അടുത്തേക്ക് പാഞ്ഞു ചെല്ലുന്നുണ്ട് അവർണിക. കിഷോറെ നീ ആവശ്യമില്ലാത്തതൊക്കെ ഗീതുവിനെ പറ്റി പറഞ്ഞ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് അവർണിക. നീ എന്തിനാ അതൊക്കെ പോയി ചോദിക്കാൻ പോയത്, ചോദിച്ചത് തന്നെ ഞാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞോന്ന് ചോദിക്കുമ്പോൾ നീ പറഞ്ഞതെന്ന് എനിക്ക് പറയേണ്ടി വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കിഷോറിൻ്റെ അനിയത്തി എനിക്ക് ഇതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും ഗീതുവിനെ കുറിച്ചുള്ള എല്ലാ സംശയവും ഗീതാഞ്ജലി തന്നെ മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ബീച്ചിൽ വെച്ച് കാണാമെന്നാണ് പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കിഷോർ ആകെ ഞെട്ടുന്നുണ്ട്. നീയും കൂടെ വേണമെന്ന് നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ട്. നീ എന്തിനാ എൻ്റെ പേര് പറഞ്ഞതെന്ന് വെച്ചപ്പോൾ പിന്നെ നിൻ്റെ പേരിലാണ്ട് ഞാൻ എന്താ പറയേണ്ടത്. എന്തായാലും ചെറുപ്രായത്തിൽ ചിലപ്പോൾ ഒരു സ്നേഹമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, അതെല്ലാവർക്കും ഉള്ള കാര്യമല്ലേ. പക്ഷേ നീ അത് പറഞ്ഞു ഗീതാഞ്ജലിനെ പറ്റി വളരെ മോശമായ രീതിയിലാണ് നീ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംശയം മാറ്റി തരേണ്ട ഉത്തരവാദിത്വം നിൻ്റെ ഈ സംശയം മാറ്റി തരേണ്ട ഉത്തരവാദിത്വം ഗീതാഞ്ജലിക്ക് ഉണ്ട്. അതുകൊണ്ട് നീ എന്തായാലും എൻ്റെ കൂടെ വന്നേ പറ്റൂ, അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വരും പറഞ്ഞപ്പോൾ നമ്മുടെ കിഷോർ ആകെ പേടിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ് ലാസ്റ്റ് ഭാഗത്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.